ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 1-ാം തീയതി എനിക്ക് ഈവനിങ് ഷിഫ്റ്റ് ഉണ്ട്, ഡ്യൂട്ടിക്ക് പോകണം. പലരും എന്നോട് ചോദിച്ചാൽ എന്താ ജോലി ചെയ്യുന്നത്. ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈവനിങ് ഷിഫ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്നൊരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. 1 മണി തൊട്ട് 9 മണി വരെയാണ് ഞങ്ങളുടെ ഈവനിങ് ഷിഫ്റ്റ്. സാധാരണ ഞാൻ ചെയ്യുന്നത് ലോങ് ഷിഫ്റ്റാണ്. അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് ചെയ്തെന്ന് മാത്രം. ഫിൻലാൻഡിൽ നല്ല സ്നോ ആണ്, നല്ല മഞ്ഞുണ്ട് ഇപ്പം. ക്രിസ്മസിന് ഞങ്ങൾക്ക് ഇത്രയും മഞ്ഞില്ലായിരുന്നു. ക്രിസ്മസ് സാധാരണ നല്ല മഞ്ഞുള്ളതാണ്. പക്ഷേ ഇത്തവണ ഡിസംബർ ആദ്യം മഞ്ഞ് പോയിട്ട് ക്രിസ്മസ് ആയപ്പോഴത്തേനും മഞ്ഞൊക്കെ മെൽറ്റായി. പക്ഷേ 1-ാം തീയതി രാവിലെ എണീറ്റപ്പോഴത്തേനും രാത്രിയിൽ ഞങ്ങളൊരു ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞ് കിടന്നപ്പം 2:30 ആയി. രാവിലെ എണീറ്റപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ വെള്ള പതച്ച് കിടക്കുവാണ്. ഇനി അങ്ങോട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഫുള്ള് ഇതുപോലെ തന്നെ ആയിരിക്കും. -2 ഒക്കെയാണ്. ഞാനൊരു സൈക്കാട്രിക് നേഴ്സിംഗ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പം അത് തന്നെ ഇന്ത്യയിൽ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നേഴ്സായിട്ട് പഠിച്ചപ്പം അതും സൈക്കാട്രി സെക്ഷനാണ് ഞാൻ എടുത്തത്. അത് മെൻ്റലി ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ളവരുടെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടെ എളുപ്പം മീൻസ് ലാംഗ്വേജ് അത്യാവശ്യമാണ്. ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ളവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് വെക്കണം. അവർക്ക് ഹെൽപ്പല്ല വേണ്ടത്, അവരെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. യങ്സ്റ്റേഴ്സിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഏറ്റവും യങ്ങറായിട്ടുള്ള ആൾ 21 വയസ്സ് തൊട്ട് ഏറ്റവും പ്രായമുള്ള ആൾ 60 വയസ്സ് വരെ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ ഇതാട്ടോ. പിന്നെ ഹണ്ടിങ് ഒരു ഹോബി മാത്രമായിട്ടാണ്. നമുക്ക് ഫിൻലാൻഡിൽ ഒരു ഫുൾ ടൈം ഹണ്ടിങ് ജോബ് ചെയ്യാനും പറ്റത്തില്ല, അതൊരു ജോബും അല്ലതാനും. വീക്കെൻഡുകളിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ്. അങ്ങനെയുള്ള സമയത്ത് വീക്കെൻഡുകളിൽ ഞാൻ ഡ്യൂട്ടി ചെയ്യാതെ ഹണ്ടിങ് ഗ്രൂപ്പിൻ്റെ കൂടെ ഹണ്ടിങ്ങിന് പോകാറാണ് ചെയ്യുന്നത്. അതൊരു നമുക്ക് പിന്നെ ഒക്ടോബർ, നവംബർ മാസങ്ങളിലൊക്കെ കൂടുതൽ ഈ ഡാർക്ക് ഭയങ്കര സ്നോയൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഭയങ്കര ഇരുട്ടായിരിക്കും. ആ സമയങ്ങളിൽ നമുക്ക് ഈ ഹണ്ടിങ് പോലുള്ള ഏതെങ്കിലും ഒരു ഹോബിയിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുവാണെങ്കിൽ എന്താണ് പറയുന്നത്, നമുക്ക് ആ സമയം പെട്ടെന്ന് പോയി കിട്ടും. അല്ലെങ്കിൽ ഫിൻലാൻഡിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ നവംബർ മാസമൊക്കെ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സൺലൈറ്റ് തീരെ കുറവായിട്ടുള്ള ഒരു സമയം ആയതുകൊണ്ട്. ഇതാണ് ഫിൻലാൻഡിലെ നാട്ടുവഴികളാണ് ഇതൊക്കെ. സാധാരണയായിട്ട് മെയിൻ ഹൈവേയിലൊന്നും ആയിരിക്കില്ല ഇങ്ങനെയുള്ള ഇതുപോലുള്ള നേഴ്സിംഗ് ഹോമുകൾ, അതല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെൻ്ററൊക്കെ എപ്പോഴും ഉള്ളത് ഒരു ചെറിയ ഗ്രാമത്തിലൊക്കെയാണ് ഉള്ളത്. കാരണം അവർക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് ഇതിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതാണ് നമ്മുടെ റെസിഡൻസ് താമസിക്കുന്ന സ്ഥലം, അവരുടെ ഡൈനിങ് ഏരിയ. പിന്നെ ഫ്രീ ടൈമിൽ അവർ സ്പെൻഡ് ചെയ്യുന്ന മൂവിയൊക്കെ കാണുന്ന സ്ഥലം, ഹോബീസൊക്കെ ചെയ്യുന്ന സ്ഥലം. ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീയും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഓരോ സീസൺ അനുസരിച്ച് അത് നമ്മൾ ചെയ്യണം. രാവിലെ മിക്കിക്കുട്ടനാണ് നമ്മുടെ സ്നോ വർക്കൊക്കെ ചെയ്യുന്നത്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പയുടെ കൂടെ കട്ടയ്ക്ക് പുള്ളി കൂടെ നിൽക്കും. തീരാറായോ? ഓഹോ, ഓക്കെ. വഴിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അപ്പയുടെ വണ്ടി ഇറക്കുമ്പം, ഗ്യാരേജിൽ നിന്ന് ഇറക്കുമ്പം അത്തേൽ കയറി ഇതാതിരിക്കാൻ. എങ്ങോട്ടാ കളയുന്നേ? നമ്മൾ മികായലാണ് കേട്ടോ. അത്യാവശ്യം ഞാനിവിടെ കൂടി മികായലും അവനെ പറ്റാവുന്ന പോലെ അവൻ ചെയ്യുന്നുണ്ട്. ഇത് ഇത്ര ഏരിയയിലെ മഞ്ഞ് നമ്മൾ മാറ്റണം. നമ്മൾ സൈഡിലേക്ക് മാറ്റി ഇവിടെ കൂട്ടി വെക്കും. മെയിൻ റോഡ്, ഈ റോഡൊക്കെ ഗവൺമെൻറ്റിൻ്റെ തന്നെ, ഇവിടുത്തെ പഞ്ചായത്തിൽ നിന്നുള്ള ആൾക്കാർ രാവിലെ തന്നെ വന്ന് മാറ്റും. പ്രത്യേകിച്ചും ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ടവർക്ക് 5 മണി 6 മണിയാകുമ്പം പോകേണ്ടവരുണ്ടല്ലോ. പ്രത്യേകിച്ചും ഈ നേഴ്സിംഗ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് 6 മണിയാകുമ്പം വീട്ടിൽ നിന്ന് പോകേണ്ട, അവർ രാവിലെ തന്നെ ചെയ്യും. നമ്മുടെ മിറ്റം എപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കും ചെയ്യേണ്ടത്.